ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ജോബ് വേക്കൻസിയാണ് എക്സെഞ്ചർ കമ്പനിയിൽ വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഒരുപാട് സ്കില്ലുകളുടെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു അവസരമാണിത്. ഡിഗ്രി ഏത് ഫീൽഡിൽ നിന്ന് കഴിഞ്ഞവർക്കായാലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജോബിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് എന്ത് ചെയ്യാം, എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിന്റെ കൂടെ തന്നെ ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ബെല്ലൈക്കണും കൂടി അമർത്തി വെക്കുക. കാരണം നമ്മൾ ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ എന്താണ്, ഒരുപാട് കാലമൊന്നും അവർ ചിലപ്പോൾ ഈ ഒരാഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ ഈ ജോബ് വേക്കൻസിന്റെ വാലിഡിറ്റി ഒക്കെ. അപ്പൊ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ വേക്കൻസികൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതുപോലെ നല്ല നല്ല അവസരങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ബെല്ലൈക്കണും കൂടി അമർത്തി വെക്കുക. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം ജോബിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് എക്സെഞ്ചർ കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. വേൾഡിൽ തന്നെ IT കമ്പനിയിൽ 3rd റാങ്കിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് എക്സെഞ്ചർ കമ്പനി. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാമല്ലോ എക്സെഞ്ചർ കമ്പനിയെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ അവിടേക്ക് ഇങ്ങനത്തെ ഒരു അവസരം വരിക നല്ലൊരു അവസരമാണിത്. അതും ബേസിക് ഡിഗ്രി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എൻട്രി ലെവൽ ജോബ് അവിടേക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുക എന്ന് വെച്ചാൽ തന്നെ നല്ലൊരു അവസരമാണ്. അപ്പൊ ആരും ഈ അവസരം പാഴാക്കരുത്. അപ്പൊ എന്ത് ചെയ്യുക, അവസരം വന്നിട്ടുള്ളത് ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റി ന്യൂ അസോസിയേറ്റിലേക്കാണ്. അതായത് കണ്ടന്റ് മോഡറേഷൻ ആയിരിക്കും നിങ്ങളുടെ വർക്ക് വരിക. കണ്ടന്റ് മോഡറേഷൻ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, യൂസർ ജനറേറ്റഡ് കണ്ടന്റുകൾ, അതായത് ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇടുന്ന യൂസർ ജനറേറ്റഡ് കണ്ടന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്തിട്ട് അതിനെ കമ്പനിയുടെ പോളിസിക്ക് അനുസരിച്ച് അതിനെ റിവ്യൂ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കുകയുമായിരിക്കും നിങ്ങളുടെ വർക്ക് വരിക. അതായത് അതിനുള്ള പോളിസിയും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ തന്നെ അവർ തരുന്നതാണ്. അത്ര വലിയ തലവേദന ഇല്ലാത്തൊരു വർക്കാണിത്. അപ്പോൾ അവർ എക്സ്പീരിയൻസ് വെക്കുന്നത് 0 to 1 years ഓഫ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. സാലറി അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചും പിന്നെ ഫ്രഷർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സാലറിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു എൻട്രി ലെവൽ ജോബ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഈ അവസരം മിസ്സാക്കരുത്. പിന്നെ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ മാത്രമല്ല ഹൈദരാബാദും മുംബൈയും അവിടെയുള്ള ചെന്നൈ ആ ഭാഗത്തൊക്കെ വേക്കൻസികൾ വരുന്നത്. അപ്പൊ അതിന് ആ ഒരു ഏരിയയിലുള്ള വേക്കൻസിയെ കുറിച്ച് നമുക്ക് ഇതിന് ശേഷം ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ബാംഗ്ലൂരാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് നോക്കുമ്പോൾ സ്കിൽ റിക്വയർഡ്, അതായത് അവർ സ്കില്ല് പറയുന്നത് യൂസർ ജനറേറ്റഡ് കണ്ടന്റ് മോഡറേഷൻ ആയിരിക്കും നിങ്ങളുടെ വർക്ക് വരിക. കണ്ടന്റ് മോഡറേഷൻ തന്നെയായിരിക്കും നിങ്ങളുടെ വർക്ക് വരിക. കണ്ടന്റ് മോഡറേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. യൂസർ ജനറേറ്റഡ് കണ്ടന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുകയായിരിക്കും നിങ്ങളുടെ വർക്ക് വരിക. പിന്നെ ഡെസിഗ്നേഷൻ ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റി ന്യൂ അസോസിയേറ്റ്, അതായത് എക്സെഞ്ചർ കമ്പനിയിലേക്ക് അവർ കണ്ടന്റ് മോഡറേഷന് പൊതുവെ വിളിക്കുമ്പോൾ അവർ കൊടുക്കുന്ന ടൈറ്റിൽ ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റി എന്ന ടൈറ്റിലായിരിക്കും അവർ ഈ ഒരു വേക്കൻസിലേക്ക് വിളിക്കുക. ഓക്കെ, പിന്നെ ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഗ്രാജുവേഷൻ, നിങ്ങൾ ഏത് ഫീൽഡിൽ നിന്നുള്ള ഡിഗ്രി കഴിഞ്ഞവരായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു എൻട്രി ലെവൽ ജോബ് ആണിത്. പിന്നെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് പറയുന്നത് 0 to 1 years ഓഫ് എക്സ്പീരിയൻസ്. ഓക്കെ, പിന്നെ ഇവിടെ വാട്ട് വുഡ് യു ഡു, നിങ്ങൾക്ക് എന്തായിരിക്കും അവിടെ വർക്ക് വരിക എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വായിച്ചു നോക്കി നമുക്ക് കാണാൻ സാധിക്കും. റിവ്യൂയിങ് യൂസർ പ്രൊഫൈൽ, ഓഡിയോ, വീഡിയോ ആൻഡ് ടെക്സ്റ്റ് ബേസ്ഡ് കണ്ടന്റ്, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന, ഇപ്പൊ നമുക്കറിയാം ഫേസ്ബുക്ക്, അങ്ങനെ ഒരുപാടധികം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ഓഡിയോസ് ആയാലും വീഡിയോസ് ആയാലും ടെക്സ്റ്റ് ബേസ്ഡ് കണ്ടന്റുകൾ, ആർട്ടിക്കിൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയാലും ആ കണ്ടന്റുകളൊക്കെ റിവ്യൂ ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് കമ്പനി പറയുന്ന ഒരു പോളിസി ഉണ്ട്. അപ്പൊ പോളിസിക്ക് എതിരാണെങ്കിൽ ആ കണ്ടന്റുകൾ എന്ത് ചെയ്യുക, ആ കണ്ടന്റുകൾക്കെതിരെ നിങ്ങൾ ആക്ഷൻ എടുക്കുകയും അങ്ങനത്തെ ഒരു വർക്കായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പൊ അങ്ങനത്തെ പോളിസും കാര്യങ്ങളൊക്കെ എന്താണ്, നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിനെ കുറിച്ച് ഒരുപാടധികം നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇവിടുന്ന് ലഭിക്കുന്നതാണ്. ഇവിടെ തന്നെ ഗ്രാഫിക്സ്, ഫയലേഴ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് എതിരെ വരുന്ന കണ്ടന്റുകളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. ഓക്കെ, എക്സെഞ്ചർ കമ്പനി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഫുഡും പ്രൊവൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ, അവർ ഒരു കാൻഡിഡേറ്റിൽ അവർ എന്തൊക്കെ വേണമെന്ന് പറയുന്നത് അഡാപ്റ്റബിൾ ആൻഡ് ഫ്ലെക്സിബിൾ, അതായത് റൊട്ടേഷണൽ ഷിഫ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു മിഡ് ഷിഫ്റ്റ് വരാം, മോർണിംഗ് ഷിഫ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഷിഫ്റ്റുകളിലൊക്കെ എന്താണ്, നിങ്ങൾ വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കണം. അപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ 6 to 3 ആയിരിക്കും വർക്ക് വരിക. പിന്നെ മിഡ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 3 to 12, അതായത് വൈകുന്നേരം 3 മണി മുതൽ രാത്രി 12 മണി വരെ വർക്ക് വരും. മോർണിംഗ് 6 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ വർക്കും ഷിഫ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്, അതായത് ജോബ് ഷിഫ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യാൻ ഫ്ലെക്സിബിൾ ആയിരിക്കണം നിങ്ങൾ. ഓക്കെ, അതെല്ലാം ഫ്ലെക്സിബിൾ ആയിരിക്കുമെന്ന് വിശ്വാസമുണ്ട്. പിന്നെ അബിലിറ്റി ടു എസ്റ്റാബ്ലിഷ് സ്ട്രോങ് ക്ലയന്റ് റിലേഷൻഷിപ്പ്, അതായത് ഇങ്ങനത്തെ ഒരു എക്സെഞ്ചർ കമ്പനി, വൻകിട കമ്പനികളൊക്കെ എന്താണ്, വലിയ ക്ലയന്റിൽ നിന്നൊക്കെ വർക്ക് എടുത്തിട്ട് അങ്ങനത്തെ ഒരു വർക്കുകളായി ചെയ്യുക. അപ്പം ആ ക്ലയന്റുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളൊരു കാപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഡിഗ്രി കഴിഞ്ഞ ബേസിക് ആയിട്ട് എല്ലാവർക്കും അങ്ങനത്തെ ഒരു കാപ്പബിലിറ്റി ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. പിന്നെ വരുന്നത് കമ്മിറ്റ്മെന്റ് ടു ക്വാളിറ്റി, അതായത് കമ്പനിയുടെ വർക്ക് നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എററൊന്നും ഇല്ലാതെ തന്നെ, അതായത് കമ്പനി പറയുന്ന പോളിസിക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു എററും വരാതെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടി വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ വരുന്നത് അബിലിറ്റി ടു മീറ്റ് ഡെഡ് ലൈൻസ്, അതായത് കമ്പനി വെക്കുന്ന ടാർഗറ്റ്സ് ഉണ്ടാവും.
വലിയ ടാർഗറ്റ്സ് ഒന്നും വരില്ല. ഒരു നോർമൽ നോർമൽ ടാർഗറ്റുകളായിരിക്കും അധികം ഇങ്ങനത്തെ കണ്ടന്റ് മോഡറേഷനിലൊക്കെ വരിക. വലിയ വലിയ ടാർഗറ്റുകളൊന്നും അവർ വെക്കാറില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യുക, വെക്കുന്ന ടാർഗറ്റ് നല്ല ക്വാളിറ്റിയോട് കൂടി നല്ല രീതിയിൽ മീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. പിന്നെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട റോൾസുകളും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ തന്നെയായിരിക്കും ഇത്. അല്ലാതെ കൂടുതലായിട്ടുള്ള ഒരുപാട് സ്കില്ലുകളൊന്നും അവർ ഇവിടെ കണ്ടീഷൻ വെക്കുന്നില്ല. ഇവിടെ അപ്ഡേറ്റ് ആൻഡ് ചേഞ്ച് പോളിസീസ് ആൻഡ് ഗൈഡൻസ്, അതായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അപ്സ്റ്റാൻഡ് വിത്ത് ആൻഡ് റിമെയിൻ അപ്ഡേറ്റഡ് ഓൺ ചേഞ്ചിങ് ക്ലയന്റ് പോളിസീസ് ആൻഡ് ഗൈഡ് ലൈൻസ്. അതായത് കമ്പനി ഒരു പോളിസി വെക്കും, ആ പോളിസിക്ക് എന്താണ് ഒരുപാട് അപ്ഡേഷനുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ക്ലയന്റ് പറയുന്ന അപ്ഡേഷനുകളൊക്കെ അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് എന്താണ് ഓരോ സോഷ്യൽ മീഡിയ വരുന്ന അപ്ഡേഷനുകൾക്കനുസരിച്ചും അവരുടെ പോളിസിയിൽ വ്യത്യാസം വരും. അപ്പോൾ ആ പോളിസിയൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പോൾ ആ ഒരു അപ്ഡേഷനൊക്കെ കമ്പനി തന്നെ നിങ്ങൾക്ക് ഓരോ ഡേ ബൈ ഡേ നിങ്ങൾക്ക് തരുന്നതാണ്. പിന്നെ എൻഗേജ് ഇൻ ദ വെൽബീങ് ആക്ടിവിറ്റീസ് മീറ്റ് ഡിസൈർഡ് എഫിഷ്യൻസി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ബിസിനസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് വെൽബീങ് ആക്ടിവിറ്റീസ് ഒക്കെ അവർ നിങ്ങളുടെ കമ്പനി ഒരു IT കമ്പനി ആകുമ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ ആക്ടിവിറ്റീസും അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ വരുന്നത് ക്വാളിഫിക്കേഷൻസ് എനി ഗ്രാജുവേഷൻ, നിങ്ങൾ ഡിഗ്രി ഏത് ഫീൽഡിൽ നിന്ന് കഴിഞ്ഞവരായാലും മതി. പിന്നെ ഇവിടെ റോൾ പറയുന്നത് ഇൻഡസ്ട്രി ടൈപ്പ് IT സർവീസ് ആൻഡ് കൺസൾട്ടിംഗ് ആണ് എക്സെഞ്ചർ കമ്പനി വരുന്നത്. പിന്നെ എംപ്ലോയ്മെന്റ് ടൈപ്പ് വരുന്നത് ഫുൾ ടൈം പെർമനന്റ് ആയിരിക്കും നിങ്ങളുടെ വർക്ക് വരിക. അതായത് ചില വർക്കുകൾ ഉണ്ടാവും കരാർ അടിസ്ഥാനത്തിലുള്ള വർക്കുകൾ, പക്ഷെ ഇത് കരാർ അടിസ്ഥാനത്തിലുള്ള വർക്കല്ല. നിങ്ങൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് കാലം അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കും. ഫുൾ ടൈം പെർമനന്റ് ആയിരിക്കും നിങ്ങളുടെ വർക്ക് വരിക. ഓക്കെ. പിന്നെ എഡ്യൂക്കേഷൻ ഡിഗ്രി ആണെങ്കിൽ എനി ഗ്രാജുവേഷൻ, ഏത് ഫീൽഡിൽ നിന്നുള്ള ഡിഗ്രി ആയിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. PG ആണെങ്കിൽ എനി പോസ്റ്റ് ഗ്രാജുവേഷൻ, ഏത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ കീ സ്കിൽസ് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിൽ ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ ഇവിടെ പറയുന്നത് നോൺ വോയിസ് പ്രോസസ് ആയിരിക്കും, ട്രെയിനിങ് പ്രോഗ്രാംസ്, മോഡറേഷൻ, ക്ലയന്റ് റിലേഷൻഷിപ്പ്. അത് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഈ സ്കില്ലുകൾ ഉണ്ടല്ലോ, ഈ അടിയിൽ കൊടുത്തിട്ടുള്ള സ്കില്ലുകൾ നിങ്ങളുടെ CV എന്ത് ചെയ്യുക, നിങ്ങളുടെ CV റെസ്യൂമെയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്കില്ലുകൾ ഉൾപ്പെടുത്തുക. കാരണം നിങ്ങൾ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്കില്ലുകൾ ഉണ്ടായിരിക്കണം നിങ്ങളുടെ CV. ഈ സ്കില്ലുകൾ ഉണ്ടെന്ന് നോക്കിയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, അധികം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു കീ സ്കില്ലുകൾ ഏത് ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ആ ഒരു ജോബിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തതിന് ശേഷം അടിയിൽ കീ സ്കില്ലുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക, സ്കില്ലുകൾ നിങ്ങളുടെ CV ഇൻക്ലൂഡ് ചെയ്താൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനും നിങ്ങൾ ഇന്റർവ്യൂ കോളിലേക്ക് വിളിക്കാനും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഇത്. അപ്പൊ ആരും ഈ ഒരു മെത്തേഡ് മിസ് ചെയ്യരുത്. നിങ്ങളുടെ CV നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സ്കില്ലുകൾ ഉൾപ്പെടുത്തുക. ഓക്കെ. അപ്പൊ നമുക്ക് ബാംഗ്ലൂരാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതായിട്ട് ഹൈദരാബാദ് വന്നിട്ടുള്ള ഡിസ്കസ് ചെയ്യാം. ഹൈദരാബാദ് വന്നിട്ടുള്ള ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റിയിലേക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇത് ഹൈദരാബാദാണ് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ ബാംഗ്ലൂരാണ് ഡിസ്കസ് ചെയ്തത്. സെയിം ജോബ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ജോബ് ലൊക്കേഷൻ വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഏത് ജോബ് ലൊക്കേഷൻ ആണോ, ബാംഗ്ലൂരാണ് ബാംഗ്ലൂരിലേക്ക് അപ്ലൈ ചെയ്യാം, ഹൈദരാബാദാണ് ഹൈദരാബാദിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇവിടെയും സെയിം കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഏത് ഏരിയക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കീ സ്കില്ലുകൾ എന്ത് ചെയ്യുക, CV ഉൾപ്പെടുത്തുക. ഓക്കെ. ഇവിടെയും വ്യത്യസ്ത സ്കില്ലുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏകദേശം എല്ലാം ഒരേപോലെയുള്ള സ്കില്ലുകൾ തന്നെയാണ്. ഓക്കെ. ഇത് വരുന്നത് ബാംഗ്ലൂരാണ്, ഇത് ഹൈദരാബാദാണ്. നേരത്തെ നമ്മൾ ബാംഗ്ലൂരാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇത് നാവി മുംബൈയിലാണ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് എന്ത് ചെയ്യുക, സെയിം ജോബ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളാണ് വന്നത്. ഇവിടെയൊക്കെ സെയിം കാര്യങ്ങൾ തന്നെയാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഏത് ലൊക്കേഷനാണ് നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ അടുത്ത ലൊക്കേഷൻ വരുന്നത് ഗുരുഗ്രാം, അതായത് ഡൽഹിയിലാണ് അടുത്ത ലൊക്കേഷൻ വരുന്നത്. സെയിം ജോബ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. എനി ഗ്രാജുവേഷൻ ആണ്, ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റി, അതായത് കണ്ടന്റ് മോഡറേഷനിലേക്ക് തന്നെയാണ് ഇവരും വിളിച്ചിട്ടുള്ളത്. ജോബ് ലൊക്കേഷൻ വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ 4 ലൊക്കേഷനെ കുറിച്ച് ഇപ്പോൾ പരിചയപ്പെടുത്തി: ഹൈദരാബാദ്, ബാംഗ്ലൂര്, നാവി മുംബൈ, ഗുരുഗ്രാം, അതായത് ഡൽഹി. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൊക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏരിയ ഏതാണോ സെലക്ട് ചെയ്ത് ആ ഏരിയയിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് ആരും ഈ അവസരം മിസ്സാക്കരുത്. അപ്പോൾ എന്താ ഇതുപോലെ ജോബ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.